ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിന് ശാസ്ത്രീയ മാനദണ്ഡം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി കേന്ദ്രം നിരോധിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94%ത്തിലേക്ക്. കേരളത്തിൽ രോഗസ്ഥിരീകരണത്തിൽ കുറവ്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ $800 കോടി സാമൂഹ്യ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിവാർ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് പോണ്ടിച്ചേരി തീരങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യത. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായിരുന്ന അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. ISL ഫുട്ബോളിൽ ജാംഷഡ്പൂരിനെ ചെന്നൈയിൻ FC 2-1 തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോവിഡ്-19 വാക്സിൻ ആവശ്യമായ എല്ലാ ശാസ്ത്രീയ മാനദണ്ഡങ്ങളും പാലിക്കുമെന്ന് ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചു. വാക്സിൻ എല്ലാവരിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കലാണ് മുൻഗണനയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വാക്സിന്റെ പ്രയോഗം സുഗമവും സുസ്ഥിരവുമാണെന്ന് ഉറപ്പാക്കാൻ എല്ലാ തലങ്ങളിലുമുള്ള സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്. വാക്സിനുകളുടെ ഗവേഷണം സർക്കാർ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി ഉറപ്പു നൽകി. വാക്സിൻ വികസനവുമായി ബന്ധപ്പെട്ട് ആഗോള വിതരണക്കാർ, മറ്റു രാജ്യങ്ങളിലെ സർക്കാരുകൾ, ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര കമ്പനികൾ എന്നിവരുമായും ഇന്ത്യൻ നിർമ്മാതാക്കളുമായും സർക്കാർ ബന്ധപ്പെടുന്നുണ്ട്. കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകി കോവിഡ്-19 സ്ഥിതിഗതി അവലോകനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹരിയാന, ഡൽഹി, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, പശ്ചിമബംഗാൾ എന്നിവയാണ് മറ്റ് സംസ്ഥാനങ്ങൾ. വാക്സിൻ പ്രയോഗത്തിന്റെ മുൻഗണന സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. അധിക സംഭരണത്തിന്റെ ആവശ്യകത സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. മെച്ചപ്പെട്ട ഫലങ്ങൾ ഉറപ്പാക്കാൻ സംസ്ഥാന തലത്തിൽ നിർവഹണത്തിനും നിരീക്ഷണത്തിനും സംവിധാനം ഉറപ്പാക്കണമെന്ന് ശ്രീ മോദി മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. വാക്സിനുകളെക്കുറിച്ച് അഭ്യൂഹങ്ങളും പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വ്യാജവാർത്തകളും പ്രതിരോധിക്കണം. പൊതുസമൂഹം, NCC, NSS, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും സ്വീകരിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിച്ച് ഇത്തരം സാമൂഹിക വിരുദ്ധ ശ്രമങ്ങളെ നേരിടേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കോവിഡ്-19-നെതിരായി ഇന്ത്യ ധൈര്യത്തോടെ പോരാടി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആരും അലംഭാവം കാണിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ്-19 പ്രതിരോധ വാക്സിൻ നിർമ്മാണത്തിന്റെ ചുമതലയുള്ള പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അവിടെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് പ്രോത്സാഹനമാകുമെന്ന് NCP പ്രസിഡന്റ് ശരത് പവാർ പറഞ്ഞു. എല്ലാവർക്കും താങ്ങാവുന്നതും ഫലപ്രദവുമായ വാക്സിൻ എത്രയും വേഗം പുറത്തിറക്കാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശ്രമിക്കുകയാണെന്നും ശ്രീ പവാർ മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്നൌ സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ പ്രധാനമന്ത്രി സർവകലാശാലയുടെ ശതാബ്ദി അനുസ്മരണ നാണയം പുറത്തിറക്കും. പരിപാടിയിൽ ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ പ്രത്യേക സ്മാരക തപാൽ സ്റ്റാമ്പും പ്രത്യേക കവറും അദ്ദേഹം പ്രകാശനം ചെയ്യും. രാജ്യരക്ഷാമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ഗുജറാത്തിലെ ഏകതാ പ്രതിമയിൽ ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും. നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ വ്യവസ്ഥകളുടെ സന്തുലിത സഹകരണം ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിലേക്കുള്ള താക്കോൽ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് വർഷത്തെ സമ്മേളനം. ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡു ചടങ്ങിൽ പങ്കെടുക്കും. ഭരണഘടനാ ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. രാജ്യത്ത് 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. രാജ്യത്തിന്റെ അഖണ്ഡതയെയും ദേശസുരക്ഷയെയും ക്രമസമാധാനത്തെയും ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. മുൻപ് 2 തവണകളിലായി 177 ആപ്പുകൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.76%-മായി ഉയർന്നു. 86 ലക്ഷത്തിലധികം പേരാണ് ഇതിനകം സുഖം പ്രാപിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42,000-ത്തിലധികം പേർ രോഗമുക്തരായി. അതേസമയം 38,000-തോളം പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. 4,30,000-തോളം രോഗികളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 1.46%-മാണ് മരണനിരക്ക്. കേരളത്തിൽ ഇന്നലെ 5,420 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,149 പേർ രോഗമുക്തരായി. കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.4%-മായി താഴ്ന്നു. ഇന്നലെ 24 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ മരണസംഖ്യ 2,095-ആയി. സംസ്ഥാനത്ത് 64,412 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ കോവിഡ് സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത കൈവെടിയരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. ഭക്ഷണശാലകളും വഴിയോര കച്ചവട കേന്ദ്രങ്ങളും കോവിഡ് തരംഗത്തിന്റെ കേന്ദ്രങ്ങളായി മാറാനുള്ള സാധ്യതകൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണം
11,875 താഴ്ന്നു. ഇന്നലെ ചെന്നൈയിൽ 469 പേർ അടക്കം 1,557 പേരിലാണ് രോഗം കണ്ടെത്തിയത്. 1,910 പേർ ഇന്നലെ രോഗമുക്തരായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ നടത്തുന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ 4ാം ഘട്ടം പ്രഖ്യാപിച്ചു. $800 കോടി ന്റെ 100 പദ്ധതികളാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്നത്. ഐക്യരാഷ്ട്ര സംഘടന സംഘടിപ്പിച്ച യോഗത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംബന്ധിക്കവെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. കാബൂൾ നഗരത്തിൽ 20 ലക്ഷം പേർക്ക് കുടിവെള്ളം എത്തിക്കുന്ന അണക്കെട്ട് ഇന്ത്യ നിർമ്മാണം പൂർത്തിയാക്കി. നേരത്തെ കാബൂൾ നഗരത്തിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള 202 കിലോമീറ്റർ പ്രസരണ ലൈനും പൂർത്തിയാക്കിയിരുന്നു. ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കഴിഞ്ഞ രാത്രി രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം നിവർ ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ചു. അടുത്ത 12 മണിക്കൂറിൽ തമിഴ്നാട് പോണ്ടിച്ചേരി തീരപ്രദേശങ്ങളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ നിവർ കാരക്കലിനും മാമല്ലപുരത്തിനുമിടയിൽ തമിഴ്നാട് പുതുച്ചേരി തീരങ്ങൾ കടക്കാനിടയുണ്ട്. ഇത് അതിശക്തമായ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റായി മാറി മണിക്കൂറിൽ 120 മുതൽ 130 കിലോമീറ്റർ വേഗത കൈവരിക്കുകയും തുടർന്ന് 145 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തിയിൽ വീശാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. 3 തവണ ലോക്സഭയിലും 4 തവണ രാജ്യസഭയിലും അംഗമായിരുന്നു. ഒരു മാസം മുമ്പാണ് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായിരുന്നു അഹമ്മദ് പട്ടേൽ. കേന്ദ്രം നിശ്ചയിച്ചതിനേക്കാൾ നെല്ലിന് കിൻഡലിന് 700 രൂപ അധിക സംഭരണ വില നൽകാൻ മഹാരാഷ്ട്ര സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനത്തിന് അംഗീകാരം നൽകി. 1,868 രൂപയാണ് കേന്ദ്രം തീരുമാനിച്ച വില. ബീഹാറിൽ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. എൻഡിഎയ്ക്ക് വേണ്ടി മുതിർന്ന ബിജെപി നേതാവ് വിജയ് സിൻഹയും മഹാസഖ്യത്തിനുവേണ്ടി ആർജെഡി നേതാവ് അവധ് ബിഹാരി ചൌധരിയുമാണ് സ്ഥാനാർത്ഥികൾ. 243 അംഗ ബീഹാർ നിയമസഭയിൽ ബിജെപിയുടെ 74 അംഗങ്ങൾ ഉൾപ്പെടെ 125 പേരുടെ പിന്തുണയാണ് എൻഡിഎയ്ക്കുള്ളത്. മഹാസഖ്യത്തിന് 110ഉം ആർജെഡിക്ക് 75 സീറ്റുകളുണ്ട്. ശാസ്ത്ര ചലച്ചിത്രോത്സവത്തിന്റെ 10ാം പതിപ്പിന് തുടക്കം. വെർച്വലായാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ ഏജൻസിയായ വിജ്ഞാൻ പ്രസാർ ശാസ്ത്ര വിഷയങ്ങളെ കൂടുതൽ ജനപ്രിയമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് 4 ദിവസത്തെ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രൊഫഷണലുകൾ, അമച്വർ, വിദ്യാർത്ഥി, ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർ വിവിധ വിഷയങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച ശാസ്ത്ര സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് മേളയിൽ അവസരം ലഭിക്കുന്നു. വിജ്ഞാന പ്രസാറും ത്രിപുര സ്റ്റേറ്റ് കൌൺസിൽ ഓഫ് സയൻസ് ടെക്നോളജിയും സംയുക്തമായാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ത്രിപുര ഉപമുഖ്യമന്ത്രി ജിഷ്ണുദേവ് മേള ഉദ്ഘാടനം ചെയ്തു. 10 അംഗ ജൂറി തെരഞ്ഞെടുത്ത വിവിധ ഭാഷകളിലുള്ള 115 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. ഐഎസ്എൽ ഫുട്ബോൾ മത്സരത്തിൽ ജാംഷഡ്പൂരിനെ ചെന്നൈയിൻ എഫ്സി 2-1 പരാജയപ്പെടുത്തി. കളി തുടങ്ങി 56ാം സെക്കൻഡിൽ തന്നെ ഇന്ത്യൻ താരം അനിരുദ്ധ് ഥാപ്പയുടെ ഗോളിൽ മുന്നിലെത്തിയ ചെന്നൈയിനെതിരെ ജാംഷഡ്പൂർ അവസാന നിമിഷം വരെ പൊരുതിയെങ്കിലും തോൽവിക്ക് വഴങ്ങുകയായിരുന്നു. കോവിഡ്-19 വാക്സിനായുള്ള തിക്കിലും തിരക്കിലും ദരിദ്രരും ദുർബലരും ചവിട്ടി അരയ്ക്കപ്പെടരുതെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥാനം ഗബ്രിയേസിസ് പറഞ്ഞു. ശാസ്ത്ര സമൂഹം വാക്സിൻ വികസനത്തിനായി പുതിയ മാതൃക കൊണ്ടുവരണമെന്നും അന്താരാഷ്ട്ര സമൂഹം അത് ലഭ്യമാക്കാനായി അത് പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,97,00,000-ലേക്ക്. 4,13,00,000-ഓളം പേർ രോഗമുക്തി നേടി. 14 ലക്ഷത്തിലധികം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 1,70,00,000-ഓളം പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. എത്യോപ്യയിലെ ടൈഗ്രേ മേഖലയിലുടനീളമുള്ള സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് അതീവ ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. സാധാരണ പൌരന്മാരുടെ സംരക്ഷണം, മനുഷ്യാവകാശ നിയമം പാലിക്കൽ, ദുരിതബാധിത പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണമെന്ന് സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ കക്ഷികളോടും ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വാക്സിന് ശാസ്ത്രീയ മാനദണ്ഡം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 43 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി കേന്ദ്രം നിരോധിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94%-ലേക്ക്. കേരളത്തിൽ രോഗസ്ഥിരീകരണത്തിൽ കുറവ്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ $800 കോടി സാമൂഹ്യ സേവന പദ്ധതികൾ പ്രഖ്യാപിച്ചു. നിവാർ ചുഴലിക്കാറ്റ് ഇന്ന് തമിഴ്നാട് പോണ്ടിച്ചേരി തീരങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യത. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായിരുന്ന അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ജാംഷഡ്പൂരിനെ ചെന്നൈയിൻ എഫ്സി 2-1 തോൽപ്പിച്ചു.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.